ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആത്മവിശ്വാസത്തിൽ വരാനിരിക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇരു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ സീറ്റുകൾ ലഭിച്ചതിനെ തുടർന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഒരുങ്ങാനുള്ള കോൺഗ്രസിന്റെ ഈ തീരുമാനം. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച കോൺഗ്രസ് മികച്ച വിജയമാണ് നേടിയത്. 17 സീറ്റിൽ മത്സരിക്കുകയും 13 സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. 2019 ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. ഹരിയാനയിൽ 9 സീറ്റിൽ മത്സരിക്കുകയും 5 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. 43.67% വോട്ടും നേടി. ഈ വിജയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പുതിയ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് മികച്ച വിജയം നേടിക്കൊടുത്ത തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുഗോലുവിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നീക്കങ്ങളിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരുന്നു. സത്യത്തിൽ മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ നൽകുന്നതിന് വേണ്ടിയായിരുന്നു കോൺഗ്രസിന്റെ ഈ തീരുമാനം. ഈ സംസ്ഥാനങ്ങളിൽ വിജയിച്ചാൽ കേന്ദ്രത്തിൽ BJPക്കെതിരെ ഭരണമാറ്റത്തിനുള്ള നീക്കം നടത്താമെന്നാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളോട് പറഞ്ഞത്. മഹാരാഷ്ട്ര, ഹരിയാന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാൽ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തന്നെ ഇടിയും. പാർട്ടിക്കുള്ളിൽ മോദിക്കെതിരെ വിമത ശബ്ദമുയരും. RSSും എതിർത്ത് രംഗത്ത് വരാം. TDP, JDU എന്നിവ നിലപാട് കടുപ്പിക്കും. മഹാരാഷ്ട്രയിൽ വിജയം കണ്ടാൽ ഷിൻഡെ ശിവസേനയിൽ നിന്നും അജിത് പവാറിന്റെ ശിവസേനയിൽ നിന്നും MP-മാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകും. തങ്ങളുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ സർക്കാർ വേണമെന്ന വികാരം ദേശീയ തലത്തിൽ ശക്തമാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. രാജ്യത്ത് BJPയുടെ ഭരണം വേണ്ടെന്ന ജനഹിതം നടപ്പാക്കാനുള്ള നടപടികൾ ഞങ്ങൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കുമെന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത്. അത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മനസ്സിൽ വെച്ചാണെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അതേസമയം തിരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ BJP സുഗമമായി രാജ്യസഭാ സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രവചനങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് കാര്യങ്ങൾ. അസം, ത്രിപുര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിയമസഭകളിൽ BJPക്ക് മതിയായ അംഗസംഖ്യയുണ്ട്. ബീഹാറിൽ BJPക്കും RJDക്കും സംസ്ഥാന അസംബ്ലിയിൽ സീറ്റ് നില അനുസരിച്ച് ഓരോ സീറ്റ് വീതം ലഭിച്ചേക്കും. എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും 2 സംസ്ഥാനങ്ങളിൽ NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള പോരാട്ടം രസകരമായിരിക്കാനാണ് സാധ്യത. 2 രാജ്യസഭാംഗങ്ങളെ മഹാരാഷ്ട്രയിൽ നിന്നും ഒരാളെ ഹരിയാനയിൽ നിന്നും തിരഞ്ഞെടുക്കണം. ഹരിയാന നിയമസഭയുടെ നിലവിലെ അംഗബലം 87 ആണ്. ഇതിൽ BJPക്ക് 41 അംഗങ്ങളും കോൺഗ്രസിന് 29 അംഗങ്ങളുമാണുള്ളത്. ഹരിയാന നിയമസഭയിലെ പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് 44 MLAമാരുടെ പിന്തുണയാണുള്ളത്. അതായത് BJPയേക്കാൾ 1 മാത്രമാണ് അധികം. എല്ലാ പ്രതിപക്ഷ MLAമാരുടെയും പിന്തുണ ലഭിച്ചാൽ BJPയെ പരാജയപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്.